ഗതാഗത കുരുക്കിൽ വലഞ്ഞ് പൊൻകുന്നം ടൗൺ. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കാണ് പൊൻകുന്നം ടൗണിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ദേശീയപാതയിൽ കൂടാതെ ചിറക്കടവ് റോഡിലും പാലാ റോഡിലും നിറഞ്ഞെത്തുന്ന വാഹനങ്ങൾ മണിക്കൂറുകളോളം ടൗണിൽ കുരുങ്ങിക്കിടക്കുകയാണ്. ഇന്ന് രാവിലെ ചിറക്കടവ് റോഡിൽ ചിറക്കടവ് ബാങ്ക് പടിക്കൽ വരെയും പാലാ റോഡിൽ അട്ടിക്കൽ വരെയും വാഹനങ്ങളുടെ നീണ്ട നിരയായിരുന്നു. ടൗണിൽ നിന്നും കിഴക്കോട്ട് ചേപ്പുംപാറ വരെയും എതിർവശത്ത് 20-ാം മൈൽ വരെയും വാഹനങ്ങൾ കുരുങ്ങി. കാഞ്ഞിരപ്പള്ളി ടൗണിനൊപ്പം ബ്ലോക്കാണ് പല ദിവസങ്ങളിലും പൊൻകുന്നത്തും അനുഭവപ്പെടുന്നത്. ചിറക്കടവ് റോഡിൽ നിന്നും ടൗണിലേക്ക് കയറുന്ന ഭാഗത്തുണ്ടാകുന്ന കുരുക്കാണ് ടൗണിനെ ആകെ വലയ്ക്കുന്നത്. ഇതിന് സിഗ്നൽ സംവിധാനം അടക്കം ഏർപ്പെടുത്തി ഗതാഗതം നിയന്ത്രിക്കണമെന്ന് ടൗണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു. കൃത്യമായ രീതിയിലല്ലാതെ വണ്ടി പാർക്ക് ചെയ്യുന്നത്, പിന്നെ ബസ് സ്റ്റാൻഡിലോട്ട് ബസ് കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ബ്ലോക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഈ മണിമല ഭാഗത്തു നിന്ന് കയറി വരുന്ന വണ്ടികൾ നിയന്ത്രിക്കാൻ ഒരു സംവിധാനവും ഇല്ല അവിടെ. ഏത് വണ്ടി കയറി വരുന്നോ, ഇപ്പം മറ്റുള്ളവർക്ക് അറിയത്തില്ല, നമുക്ക് ഇവിടെ മെയിൻ റോഡ് ഇതാണെന്നുള്ളതോ അറിയത്തില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഡ്രൈവർമാർ അതനുസരിച്ച് ഇങ്ങ് കയറി വരും. കയറി വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ KK റോഡ് കോട്ടയം കുമളി റോഡിൽ നിന്ന് വരുന്ന വണ്ടികൾ അവരെ വകവയ്ക്കാതെ ഇങ്ങോട്ട് പോരുന്നു. അപ്പോൾ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായാൽ തന്നെ നമ്മുടെ പൊൻകുന്നം സ്റ്റാൻഡിലെ പകുതി ബ്ലോക്കുകൾ മാറും. പിന്നെ കടകളിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടികൾ, ഇപ്പോൾ നമുക്കറിയാം പമ്പിൻ്റെയൊക്കെ ആ ഭാഗത്താണെങ്കിലും ഒട്ടനവധി മീൻ വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെയൊക്കെ പാർക്കിംഗ് കഴിഞ്ഞിട്ട് വണ്ടി ശരിക്കും പറഞ്ഞാൽ നാഷണൽ ഹൈവേയിലേക്ക് റിവേഴ്സിൽ ഇറങ്ങാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. അത് വകവയ്ക്കാതെ തന്നെ നേരെ ഫ്രണ്ട് കയറ്റിയിടുന്നു. തിരിച്ചിറങ്ങി വരുന്നത് റിവേഴ്സിൽ നാഷണൽ ഹൈവേയിലോട്ട് കയറുമ്പോൾ അന്നേരം ബ്ലോക്ക് ഉണ്ടാകുന്നു. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഇവിടെ നമുക്ക് അധികാരികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ നിയന്ത്രിച്ചു കഴിഞ്ഞാൽ ഒരു പരിവരെയുള്ള ബ്ലോക്കുകൾ പൊൻകുന്നം ടൗണിൽ നിന്ന് മാറാനാണ് സാധ്യത. അപ്പുറത്തെ സിഗ്നൽ നിൽക്കുന്ന സമയത്ത്, ഓഫാകുന്ന സമയത്ത് ഇവിടുന്ന് കയറുന്ന വണ്ടി അവിടെ ബ്ലോക്കാകുന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് 2 ബസ് ഇറങ്ങി വരും. ഈ ബസ് വാലേ 2-3 ബസ് ഇറങ്ങി റോഡ് KK റോഡ് ബ്ലോക്കാകുന്നു. ഇങ്ങനെയാണ് ഈ പൊൻകുന്നം ടൗൺ ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാനായിട്ട് അപ്പുറത്ത് വെച്ചിരിക്കുന്ന സിഗ്നലെ കണക്ട് ചെയ്തുകൊണ്ട് ഇവിടെ സിഗ്നൽ സംവിധാനം വരികയും അത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഇത് പോകാനുള്ള സംവിധാനമില്ലെങ്കിൽ പൊൻകുന്നം, നമ്മൾ സാധാരണ കേൾക്കുന്ന കാഞ്ഞിരപ്പള്ളിയാണ് ഏറ്റവും വലിയ ബ്ലോക്ക് എന്നാണ്, അതിൻ്റെ 4 ഇരട്ടി ബ്ലോക്കാണ് ഇപ്പോൾ പൊൻകുന്നത്ത്. ടൗണിനും KVMS ജംഗ്ഷനും ഇടയിലുള്ള മീൻകടകളിലെത്തുന്ന ആളുകൾ വാഹനങ്ങൾ റിവേഴ്സിൽ ദേശീയപാതയിലേക്ക് തിരികെ കയറ്റുന്നതും ഡ്രൈവിംഗ് സ്കൂളുകളുടെ വണ്ടികളും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഓട്ടോ ഡ്രൈവർമാർ പറയുന്നുണ്ട്. പൊൻകുന്നം ടൗണിലെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ആകുന്ന മീൻകട. പൊൻകുന്നം ടൗണിൽ തന്നെ നമുക്കറിയാം, ശാന്തിപ്പടിക്ക് KVMS തന്നെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് 3 മീൻകട അടുത്ത്. അവിടെ അനധികൃതമായ പാർക്കിംഗ്, കണ്ടവനം പാർക്കിംഗാണ്. അവിടുത്തെ പാർക്കിംഗ് ഒരു പരിധി വരെ നമുക്ക് ഈ ടൗൺ ബ്ലോക്കിന് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂൾ വരെ പഠിപ്പിക്കുന്ന വണ്ടി ടൗണിൽ കണ്ടവൻ ശല്യമാണ്. ഡ്രൈവിംഗ് സ്കൂൾ പഠിപ്പിക്കുന്നത്, ടൗണിൽ കൂടെ പഠിപ്പിക്കുന്നത്, അതൊക്കെ ഒരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ വണ്ടി കയറി ഇറങ്ങി പോകാനുള്ള സമയമാണ് ഈ ചിറക്കട വഴിക്കത്തെ ബ്ലോക്ക്. 2 സൈഡിലും പാർക്കിങ്ങാണ്, അന്യായ പാർക്കിങ്ങാണ്, ഭയങ്കര പാർക്കിങ്. 2 സൈഡ് ടൗണിലാണെങ്കിലും സാധനം മേടിക്കാൻ, ഒരു തീപ്പെട്ടി മേടിക്കാൻ വരുന്നതിനും കാറുമായിട്ടാണ് വരുന്നത്. അത് പാർക്കിംഗ് ഒരു പരിധി വരെ പ്രശ്നമാണ്. പാർക്കിംഗ് പോലീസ് അധികാരികൾ യാതൊരു ശ്രദ്ധയില്ല. പോലീസ് ടൗൺ ഹോം ഗാർഡേ ഉള്ളൂ. ഹോം ഗാർഡ് ഒന്നും എപ്പോഴും ഇല്ല. ഫോൺ ഗാർഡ് പല സമയങ്ങളിൽ ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരിയുണ്ട്. ഇനിയും ശാശ്വത പരിഹാരം കാണണം. ഗതാഗതം നിയന്ത്രിക്കുന്നതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഒന്നും ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ടൗണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ട്രാഫിക് പരിഷ്കാരം കൊണ്ടുവരുമെന്ന ചിറക്കടവ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വാക്കും വെറും വാക്കായി മാറുന്ന കാഴ്ചയാണ് ദിവസവും പൊൻകുന്നം ടൗണിലും പരിസര റോഡുകളിലും കാണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം.